കഴിഞ്ഞ ദിവസം തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളെ അവർ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിൽ 3 പേരുടെ നില ഗുരുതരമായിരുന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊരാൾ മരിച്ചു. പട്ടിക്കാട് സ്വദേശി അലീനയാണ് മരിച്ചത്. മറ്റു 3 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതെ, സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഒട്ടും സന്തോഷകരമല്ലാത്ത പ്രഭാതം, അങ്ങനെ ഒരു വാർത്തയാണിത്. നമ്മൾ ഇന്നലെ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പൾസ് റേറ്റ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയി തുടങ്ങി, ആശ്വാസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതീവ ദുഃഖകരമായ വാർത്ത ഇന്ന് പ്രഭാതത്തിൽ എത്തുന്നു. എപ്പോഴാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്? മറ്റ് വിവരങ്ങൾ, മറ്റു കുട്ടികളുടെ ആരോഗ്യനില? ഇന്ന് പുലർച്ചെ 12:30 ഈ അലീന എന്ന കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. 16 വയസ്സായിരുന്നു. ഇന്നലെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ പീച്ചി ഡാമിലെ റിസർവയറിൽപ്പെട്ടാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. അവിടെ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. പിന്നീട് ഈ 4 കുട്ടികളെയും രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് പൾസ് അടക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഈ പൾസ് എല്ലാം കിട്ടിയത് തന്നെ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. അങ്ങനെ 3 കുട്ടികളായിരുന്നു ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. 12:30 ഈ അലീന മരണത്തിന് കീഴടങ്ങുന്നത്. ബാക്കി 2 കുട്ടികളും ഗുരുതരമായി തന്നെ വെന്റിലേറ്ററിൽ തുടരുന്നു. അതിനിടയിൽ ഇന്നലെ ഈ നിത എന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ആരോഗ്യം മെച്ചപ്പെട്ട നിലയിലായിരുന്നു നിതയും. രാത്രിയോടുകൂടി നിതയുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ 3 കുട്ടികളും വെന്റിലേറ്ററിലാണ് തുടരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെ ഈ അലീനയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 3 കുട്ടികളും നിലവിൽ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. സ്മിത, ക്രിസ്റ്റീന. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ മിനിസ്റ്റർ തന്നെ നേരിട്ടെത്തി അത്യാവശ്യം എല്ലാ പരിചരണത്തിനുള്ള അതിതീവ്ര പരിചരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ കുഞ്ഞ് ജീവനോടെ തിരിച്ചു വരുമെന്ന്. പക്ഷെ അത് നടന്നില്ല. മറ്റു 3 കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് സുഖമാകുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം.